നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ സമീപകാലത്ത് ഫുട്ബോൾ ആരാധകരെ ഒരുപാട് വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ അമ്പരപ്പിച്ച ഒരു താരമാണ്. FC ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിയിലൂടെ വളർന്നു വന്ന താരമാണ് ലാമിൻ യമാൽ. കഴിഞ്ഞ യൂറോ കപ്പിലൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ UEFA യൂറോ കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും ലാമിൻ യമാൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ലയണൽ മെസ്സി ലാമാസിയ അക്കാദമിയിലൂടെ വളർന്നു വന്ന താരമാണ്. അതേ ഒരു വഴിയിൽ തന്നെയാണ് ലാമിൻ യമാലും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സിയുമായി ചില താരതമ്യങ്ങളൊക്കെ യമാലിനെ പല ആരാധകരും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ട് പലരും ഇപ്പോൾ യമാലിനെ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ താരതമ്യങ്ങൾ ഒന്നും തന്നെ യമാലിനെ അലോസരപ്പെടുത്തുന്നില്ല. അക്കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമായ ലയണൽ മെസ്സിയോട് താരതമ്യം വരണമെങ്കിൽ തീർച്ചയായും താൻ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം എന്നാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിയർ അവസാനിക്കുമ്പോഴേക്കും ഒരു ലെഗസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മെസ്സിയുമായി താരതമ്യം ചെയ്യപ്പെടുന്നതിന് വലിയ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സി മാത്രമാണ്. അദ്ദേഹവുമായി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതൊന്നും തന്നെ എന്നെ അലോസരപ്പെടുത്തുന്നില്ല. ഞാൻ എപ്പോഴും ഞാനായിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് ലാമിൻ യമാൽ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സീസണിലും ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട്. 4 മത്സരങ്ങളിൽ നിന്ന് 5 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1 ഗോളും 4 അസിസ്റ്റുകളുമാണ് ഇതുവരെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.